ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്രിൻസ് ഗേറ്റ്സ്. പ്രിൻസ് ഗേറ്റ്സിൻ്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഗെയിമിനെ കുറിച്ചും ഗെയിം കുറിച്ചും ഗെയിം ഒബ്ജക്ട്സിനെ കുറിച്ചും ക്യാൻവാസ് UI എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ആക്ഷനിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഗെയിം ചൂസ് ചെയ്യുന്നു. ആ ഗെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളിനി അടുത്തടുത്ത ഫങ്ഷണാലിറ്റീസ് പഠിപ്പിക്കുക. നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഗെയിം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫ്ലാപ്പി ബേർഡ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഗെയിം പ്ലേയും ഒട്ടും കോംപ്ലക്സ് അല്ലാത്തൊരു ഡിസൈൻ പാറ്റേണും വെച്ചിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ജനറേറ്റ് ചെയ്തൊരു ഗെയിമാണ്. ഈ ഗെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെപ്പോലെ പ്രായമുള്ളൊരു 20 വയസ്സുകാരനാണ്. നിങ്ങളെപ്പോലെ പ്രായമുള്ളൊരു 20 വയസ്സുകാരനാണ്. അദ്ദേഹം 3 ദിവസം കൊണ്ടാണ് ഫ്ലാപ്പി ബേർഡ് ക്രിയേറ്റ് ചെയ്തത്. ഫ്ലാപ്പി ബേർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്ലാപ്പി ബേർഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് അപ്പോൾ ആ ഫ്ലാപ്പി ബേർഡിൻ്റെ ഗെയിമിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ ഫ്ലാപ്പി ബേർഡിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഓഡിയോ സോഴ്സിനെ കുറിച്ചും അതിൻ്റെ ഫങ്ഷണാലിറ്റീസിനെ കുറിച്ചും പറഞ്ഞു തരുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാപ്പി ബേർഡിന് പറക്കാൻ എപ്പോഴാണോ ചിറകുകൾ വേണ്ടത്, അല്ലെങ്കിൽ അതിന് എപ്പോഴാണോ സ്ക്രിപ്റ്റിംഗ് ആവശ്യമുള്ളത്, അപ്പോൾ മാത്രമേ ഞാൻ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയുള്ളൂ. നമ്മൾ നമ്മുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മുമ്പുണ്ടായിരിക്കുന്ന ആ ഒരു ഗെയിം വ്യക്തമായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഗെയിം കളിക്കുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മളെല്ലാം ഗെയിം ഡെവലപ്പേഴ്സാണ്. ഒരു ഗെയിം ഡെവലപ്പർ കളിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ ഫ്ലാപ്പി ബേർഡിനെ പഠിച്ച് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് ആദ്യമേ ജസ്റ്റ് മൊത്തം മനസ്സിലായില്ലെങ്കിലും നമുക്ക് മൊത്തത്തിലൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. മൂവിങ് ഓൺ ടു ഫ്ലാപ്പി ബേർഡ് ഗെയിം പ്ലേ. നിങ്ങൾ ഇതുവരെ ഫ്ലാപ്പി ബേർഡ് കളിക്കാത്ത ആളുകളാണെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് ദയവായി ഫ്ലാപ്പി ബേർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചതിന് ശേഷം മാത്രം വീഡിയോയിലേക്ക് തിരിച്ചു വരിക. ഗെയിമിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേർഡിൻ്റെ ഹെഡ് പൈപ്പിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ എവിടെ ഹിറ്റ് ചെയ്താലും അപ്പോൾ ഗെയിം ഓവറാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഗെയിം പ്ലേ ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് 10 or 20 പൈപ്പുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ലെവലിലേക്ക് പോകുന്ന പരിപാടിയില്ല. ഇതൊരു ഇൻഫിനിറ്റ് ലെവൽസ് ഓഫ് പൈപ്പ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ളൊരു BG മ്യൂസിക് നമ്മുടെ ഫ്ലാപ്പി ബേർഡിനകത്തുണ്ട്. അതുപോലെ ഇതിനകത്ത് പോയിൻ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളി ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓരോ സ്കോർ വെച്ച് നമ്മുടെ പോയിന്റിലേക്ക് ആഡ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് സ്കോർ എപ്പോഴും അവിടെ സേവ്ഡ് ആയിട്ട് കാണിക്കും. ഇത്രയൊക്കെയാണ് ഫ്ലാപ്പി ബേർഡിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. നമുക്ക് വെരി ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. യൂണിറ്റി ഹബ് ഓപ്പൺ ചെയ്യാം. ന്യൂ പ്രോജക്റ്റ് ചൂസ് ചെയ്യാം. നമുക്ക് കുറേ ബിൽറ്റ് ഇൻ പൈപ്പ് ലൈൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിക്കാൻ വേണ്ടി 3D ആണ് എടുത്തത്. ഇവിടെ ഈ ഗെയിം ഒരു 2D ഗെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2D ബിൽറ്റ് ഇൻ റണ്ടർ പൈപ്പ് ലൈൻ ചൂസ് ചെയ്യാം. പ്രോജക്റ്റിൻ്റെ നെയിം ഫ്ലാപ്പി ബേർഡ് ചൂസ് ചെയ്യാം. ലൊക്കേഷൻ നമുക്ക് ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാം. ഒരു യൂണിറ്റി ഓർഗനൈസേഷൻ ചൂസ് ചെയ്യണം. ഞാനിവിടെ റെക്സ്റ്റെക് സ്റ്റുഡിയോസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ആ യൂണിറ്റി അക്കൗണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ടാപ്പ് ഓൺ ക്രിയേറ്റ് പ്രോജക്റ്റ്. ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പിലൂടെ ഒരു 2D ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വർക്ക് സ്പേസ് യൂണിറ്റി ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ യൂണിറ്റി സ്റ്റാർട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാളും എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെയുണ്ട്. കാരണം എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡിഫോൾട്ട് സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡയറക്ഷൻ ലൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്യാമറ ഇങ്ങനെയല്ല വന്നിരുന്നത്, ക്യാമറ പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു. ഇപ്പം നമുക്ക് ഡയറക്ഷൻ ലൈറ്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഓർത്തോഗ്രാഫിക്കാണ്. ആക്ച്വലി ഒരു 2D സീനും ഒരു 3D സീനും ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറ രണ്ടും രണ്ട് രീതിയിലുള്ളതായിരിക്കണം. 2D ആയിട്ടുള്ള സീനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഓർത്തോഗ്രാഫിക് ക്യാമറയും അതുപോലെ തന്നെ 3D ആയിട്ടുള്ള ഗെയിമിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പേഴ്സ്പെക്റ്റീവ് ക്യാമറയാണ് ചൂസ് ചെയ്യുന്നത്.
സോ നമ്മുടെ ഗെയിം സീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെയല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ കാണുന്നത്. ആ പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ ഏത് കളറിലേക്ക് വേണമെങ്കിലും മാറ്റി സെറ്റപ്പ് ചെയ്യാം. കാരണം ഇതിനൊരു ഡെപ്ത് ഇല്ല, ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ ആ ഗെയിം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഗെയിമിനകത്ത് വേണ്ട ബേസിക് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് എടുത്തു വയ്ക്കാം. ആക്ച്വലി ഈ ഇമേജസ് നിങ്ങളൊരു പ്രൊഫഷണൽ ഗെയിം ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസൈനർ ഉണ്ടാവും, ആ ഡിസൈനർ ആയിരിക്കും നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്ത് തരാം. സോ നമ്മളെല്ലാവരും സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഇമേജ് എങ്ങനെയാണ് നമ്മുടെ യൂണിറ്റിലേക്ക് കൊണ്ടുവന്ന് അത് ആപ്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഗെയിം ഡെവലപ്പർ ആയിരിക്കുന്ന സമയത്ത് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ നമ്മൾ വേറെ ഒരു പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ്ലി ഗൂഗിളിൽ പോയിട്ട് ഗൂഗിളിൽ കാണുന്ന ഇമേജസ് വെച്ചിട്ടാണ് നമ്മുടെ ഫ്ലാപ്പി ബേർഡിൻ്റെ ഗെയിം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കാം. ഗൂഗിൾ ക്രോമിനകത്ത് ഫ്ലാപ്പി ബേർഡ് PNG ഇമേജസ് എന്ന് സെർച്ച് ചെയ്യാം. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്ലാപ്പി ബേർഡിൻ്റെ ആ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഇമേജ്. നമുക്കിങ്ങനെ വേണ്ട, നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലാപ്പി ബേർഡിനെ തന്നെ നോക്കാം. ഓക്കെ, ഇത് കൊള്ളാം, ക്യൂട്ടായിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഇത് കൊള്ളാം, ഇതും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. സോ ഈ രണ്ട് ഇമേജസ് നമുക്ക് യൂണിറ്റിയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. യൂണിറ്റി തുറന്നു, പ്രോജക്റ്റ് വിൻഡോ എടുത്തു, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, ഫ്ലാപ്പി ബേർഡ് ഡിസൈൻസ്. നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഇമേജിനെ നമ്മുടെ ഗെയിം സീനകത്ത് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. ഓക്കെ, ഓൾറെഡി ഇതൊരു 2D പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സ്പ്രൈറ്റ് ആൻഡ് 2D ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വക ഉപകാരങ്ങളെല്ലാം യൂണിറ്റി തന്നെ നമുക്ക് ചെയ്തു തരും. സോ ജസ്റ്റ് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓരോന്ന് പറയുന്നൊരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഗെയിമിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ നമ്മൾ കട്ട് ചെയ്യാൻ കാര്യങ്ങളിലേക്കൊന്നും കിടക്കണ്ട, അത് റിജക്റ്റ് ചെയ്ത് കളയാം. ഈ ഒരു ബേർഡ് നമ്മൾ ഫൈനലൈസ് ചെയ്യണം. ഓക്കെ, സെയിം രീതിയിൽ തന്നെ ആ ഫ്ലാപ്പി ബേർഡിൻ്റെ മുകളിലും താഴെയും കാണുന്ന പൈപ്സ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. സോ നമ്മൾ വളരെ മനോഹരമായിട്ട് ബേർഡിൻ്റെയും അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഇമേജ് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ബേർഡാണെങ്കിലും ആ ഒരു പൈപ്പാണെങ്കിലും വളരെ ലാർജർ ഇൻ സൈസായിട്ടാണ് കാണിക്കുന്നത്, വളരെ വലുതായിട്ടാണ് കാണിക്കുന്നത്. സോ ഇവിടെ ആ ഒരു ബേർഡും പൈപ്പും ആക്ച്വൽ സൈസ് ഇവിടെ ഈ കാണുന്ന സീലിൽ കാണുന്ന രീതിയിലാണ്, പക്ഷെ ഇവിടെ ഗെയിമിലേക്ക് വന്നപ്പോൾ വളരെ വലുതായി. അതിന് കാരണം നമ്മുടെ ക്യാമറ തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, നമ്മളൊരു ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മുടെ മുഖത്തിനോട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ മുഖം വളരെ വലുതായിട്ട് കാണും. സോ എന്താ ചെയ്യേണ്ടത്, ആ ക്യാമറ അവിടെ നീക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം അതിൻ്റെ ആക്ച്വൽ ഷേപ്പിൽ കിട്ടും. ഓക്കെ, സോ ആ സെയിം രീതി നമുക്കിവിടെ ചെയ്യാം. ഇവിടെ ഓർത്തോഗ്രാഫിക് ക്യാമറ ആയതുകൊണ്ട് തന്നെ ക്യാമറ അങ്ങനെ മൂവ് ചെയ്യുകയല്ല, നമ്മൾ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇതൊരു പെർഫെക്റ്റ് സൈസിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നത് കാണാം. സോ ഒരു ഇതൊരു നല്ല സൈസാണ്. സോ റൗണ്ട് ചെയ്യാം, ഒരു 13 സൈസിലേക്ക് നമുക്കത് ചേഞ്ച് ചെയ്ത് വെക്കാം. സോ ആ ഒബ്ജക്റ്റിൻ്റെ അടുത്തായിരുന്നു ആ ക്യാമറ വെച്ചിരുന്നത്. ആ ക്യാമറ അവിടെ നിന്ന് കുറച്ചും കൂടി നീക്കി വെച്ചപ്പോൾ ആ ഒരു രണ്ട് ഒബ്ജക്ട്സ് കറക്റ്റ് ആക്ച്വൽ സൈസ് തന്നെ കിട്ടി. ഇനി നമുക്ക് ആ ഫ്ലാപ്പി ബേർഡിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് വരാം.
സോ ഈ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാപ്പി ബേർഡിന് എന്തെല്ലാം ആക്ഷൻസ് ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ടാപ്പ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബേർഡ് താഴേക്ക് വീഴണം. സോ നമ്മൾ ഫിസിക്സ് എഞ്ചിൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഗെയിം എഞ്ചിന് വേണ്ട ഏറ്റവും സവിശേഷമായ ഒരു പ്രോപ്പർട്ടിയാണ് ഫിസിക്സ് എഞ്ചിൻ എന്ന് പറഞ്ഞത്. സോ അവിടെ ഞാൻ ഒരു ഗ്രാവിറ്റിയുടെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതേ സെയിം എക്സാമ്പിൾ അല്ലേ നമുക്കിവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ടച്ച് ചെയ്ത സമയത്ത് ഈ ബേർഡ് താഴേക്കാണ് വീണ്ടത്. സോ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റും നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കാത്ത സമയത്ത് അത് താഴേക്കാണ് വീഴേണ്ടത്. സോ നമുക്കിവിടെ ഈ ഫ്ലാപ്പി ബേർഡ് ഒരു റിയൽ ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിനൊരു ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളവിടെ റിജിഡ് ബോഡി എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ആ ഫ്ലാപ്പി ബേർഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. സോ ഇത് 2D ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ആഡ് കമ്പോണൻറ്റ് ക്ലിക്ക് ചെയ്യുക. റിജിഡ് ബോഡി 2D എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിതിന് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു മാസ് വന്നിട്ടുണ്ട്, ഗ്രാവിറ്റി സ്കെയിൽ എല്ലാം അവിടെ വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ എല്ലാ ഒബ്ജക്റ്റിനും നമുക്ക് അപ്ലൈ ചെയ്യണ്ടേ? വേണ്ട. നമ്മളൊരു ഗെയിമിനകത്ത് ക്ലൗഡ്സ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോ, മേഘങ്ങൾക്ക് നമുക്ക് ഇതൊരു റിയൽ ഒബ്ജക്റ്റ് ആണ്, ഈ മേഘം അതിന് റിജിഡ് ബോഡി കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. സോ ആ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആ ഒരു കൊളീഷനൊക്കെ ചെയ്യേണ്ട ആ ഒരു ഒബ്ജക്ട്സിലാണ് നമ്മൾ നോർമലി റിജിഡ് ബോഡി ആഡ് ചെയ്യാറ്. സോ റിജിഡ് ബോഡി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആ ഒരു ഫ്ലാപ്പി ബേർഡ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് താഴേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ നോർമൽ ഗ്രാവിറ്റി 1 ആണ്. ഞാനിപ്പോൾ മൂണിലെ കാര്യമാണ് പറയണതെന്ന് ചോദിച്ചോ. സോ ഞാൻ ഗ്രാവിറ്റി സ്കെയില് 0.2 ആക്കി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സ്ലോ ആയിട്ടാണ് ആ ഒരു ബേർഡ് താഴേക്ക് പോകുന്നുള്ളത്. സോ ഈ വാല്യൂസൊക്കെ ആയിട്ട് നിങ്ങൾ കളിച്ച് നോക്കുക എങ്ങനെയാണ് അതിൻ്റെ ഓരോന്ന് വർക്ക് ചെയ്യാന്നുള്ളത്. മാസ് ഇവിടെ ആ ഒബ്ജക്റ്റിന് എത്രത്തോളം വെയിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. കൂടുതൽ വെയിറ്റുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ കൂടുതൽ സ്പീഡിലുള്ള താഴേക്ക്. സോ നമ്മൾ ടാപ്പ് ചെയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ ഗെയിം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ബേർഡ് താഴേക്ക് വീഴണം. അത് നമ്മൾ വളരെ മനോഹരമായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? എവിടെയെങ്കിലും ഈ ബേർഡ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയണം, എന്നാലേ നമുക്ക് ഗെയിം ഓവറാക്കാൻ പറ്റുള്ളൂ. സോ എവിടെയെങ്കിലും ഈ ഗെയിം ഒബ്ജക്റ്റ് ഹിറ്റ് ചെയ്യുമെന്ന് അറിയാനായിട്ട് കൊളീഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റി എഞ്ചിൻ്റെ ഒരു സവിശേഷത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. എന്താണോ ഈ ബേർഡിൻ്റെ ഷേപ്പ് അതിനനുസരിച്ചിട്ടുള്ളൊരു കൊളൈഡർ നമുക്കതിന് അസൈൻ ചെയ്ത് കൊടുക്കാം. കൊളൈഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഒരാളെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷൂട്ട് ചെയ്യുന്ന ബുള്ളറ്റ് അയാളുടെ മേത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റണം, എന്നാലേ നമുക്കത് ഗെയിമിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ സെയിം രീതിയിൽ ഈ ബേർഡിന് ഏത് തരം കൊളൈഡർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരാം. നമുക്ക് കുറച്ച് പ്രിമിറ്റീവ് ഷേപ്പ് ഉണ്ട്, ക്യൂബ്, സ്ക്വയർ, സർക്കിൾ. അതിനകത്താണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. സർക്കിൾ കൊളൈഡർ 2D ആണ്, നമുക്കിതിന് ആപ്റ്റായിട്ട് വരാം. സോ സർക്കിൾ കൊളൈഡർ 2D നമ്മൾ ഈ ഗെയിം ഒബ്ജക്റ്റിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ബേർഡിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു ഫങ്ഷനാലിറ്റി. ഈ എഡിറ്റ് കൊളൈഡറിൻ്റെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ സൈസ് നമുക്ക് കാണാം. നോക്കിയേ, ഇത് ഈ ഒരു സൈസിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഒരു സൈസിൽ വന്നാൽ എങ്ങനെയായിരിക്കും കൊളീഷൻ സംഭവിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ അതിന് വേണ്ടിയിട്ട് യൂണിറ്റി പേപ്പർ ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ട്. ടു ഡി ഒബ്ജക്റ്റിനകത്ത് ഞാൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു 2D ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസ് കൂട്ടി താഴേക്ക് വെച്ചു. അതിന് ഞാൻ ബോക്സ് കൊളൈഡർ ആഡ് ചെയ്തു. സോ അതൊരു സ്ക്വയർ ഷേപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ബോക്സ് കൊളൈഡർ 2D അതിന് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ,
നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൊളൈഡർ പെർഫെക്റ്റ്ലി അതായിട്ട് അലൈൻ ചെയ്താണ് കിടക്കുന്നത്. സോ ഇവിടെ ഞാൻ ഇപ്പോൾ പ്ലേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ബേർഡ് റിജിഡ് ബോഡി ഉള്ളതുകൊണ്ട് തന്നെ താഴേക്ക് വരും, അതിനോടൊപ്പം തന്നെ കൊളൈഡർ ഉള്ളതുകൊണ്ട് ഹിറ്റ് ചെയ്ത് നിൽക്കും. സോ ഇവിടെ ഇത് ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, അത് ആ ഒരു ഒബ്ജക്റ്റായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടില്ല. സോ ആ ഫ്ലാപ്പ് ബേർഡ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ സർക്കിൾ കൊളൈഡറിൻ്റെ റേഡിയസ് കുറച്ചുകൂടി നല്ലപോലെ നമുക്ക് കുറയ്ക്കാനുണ്ട്. സോ ഇവിടെ ഇങ്ങനെ മൗസ് പോയിൻ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറയ്ക്കാനും കൂട്ടാൻ പറ്റും. സോ 1.8 നമ്മൾ വന്നപ്പോൾ ഇത് ആക്ച്വലി മുട്ടി കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് വയ്ക്കാം. അതിന് ഓഫ്സെറ്റ് കുറച്ചൊന്ന് എക്സിൻ്റെ ഓഫ്സെറ്റ് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യാം. റേഡിയസ് നമുക്ക് 1.75 ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഏറെക്കുറെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൊളൈഡറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ ചിന്തിച്ച് കാണും ഈ ബേർഡിൻ്റെ ആ ഒരു നോസും അതുപോലെ തന്നെ ആ ഒരു തൂവലുകളും എല്ലാം പുറത്തല്ലേന്ന്. പക്ഷേ നമ്മളൊരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു ചെറിയൊരു തൂവലോ കാര്യങ്ങളോ ചെന്ന് ഒരു പൈപ്പിലോ അല്ലെങ്കിൽ വേറൊരു ഓബ്ജക്റ്റിലോ ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ഗെയിം ഓവർ ആവരുത്. കാരണം അത് നമ്മുടെ ഗെയിമിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള കളിക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗെയിം ഫ്ലോനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ആ കോർ ആ ഒരു ബേർഡിനെ ഇടിച്ചാൽ മാത്രം കിട്ടുന്ന രീതിയിൽ നമ്മൾ സർക്കിൾ കൊളൈഡർ ഇതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ഇതിന് പറ്റിയ കൊളൈഡർ നമുക്ക് ഡിസൈൻ ചെയ്ത് തീർക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ പ്ലേ ബട്ടൺ അടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. സോ അത് പ്ലേ ബട്ടൺ ഓഫ് ചെയ്തിരുന്ന സമയത്ത് ഇതെല്ലാം പോകും, പഴയ അവസ്ഥയിൽ തന്നെയാവും. സോ ഞാൻ ഈ വാല്യൂസ് പോവാതിരിക്കാനായിട്ട് ഞാനിവിടെ സർക്കിൾ കൊളൈഡർ 2Dക്കകത്ത് അത് കോപ്പി കമ്പോണൻറ്റ് വെച്ചു. കണ്ടോ, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കമ്പോണൻറ്റ് വാല്യൂസ് വെച്ചു. ഇപ്പോൾ എന്താണ്, നമ്മൾ ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് തന്നെ ചേഞ്ചസ് വരുത്തിയാലും അതൊന്നും ആ ഒരു ആക്ച്വൽ ഗെയിമിനകത്ത് അഫക്റ്റ് ചെയ്യില്ല. സോ നമ്മളിവിടെ ഗെയിം പ്ലേ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, എങ്ങനെയാണോ ഹിറ്റ് ചെയ്യേണ്ടത്, അതിനകത്ത് ആ ഒരു കൊളൈഡറിൻ്റെ വാല്യൂസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് എടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണു, അതിൻ്റെ വാല്യൂസ് കോപ്പി ചെയ്തിട്ട് ഒറിജിനൽ ഗെയിമിനകത്ത് അല്ലെങ്കിൽ പ്ലേ ബട്ടൺ ഓഫ് ചെയ്തിട്ടുള്ള ഗെയിമിനകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ശരി, നമ്മൾ ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വന്ന് അവിടെ ഹിറ്റ് ചെയ്ത് നിൽക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. സോ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും പഠിപ്പിക്കാം. സ്ക്രിപ്റ്റിങ്ങിൻ്റെ ബേസിക്സിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.